ഭാരതീയ ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ 16ാമത്തെ നക്ഷത്രമാണ് വിശാഖം. വിധിനിശ്ചയത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും പ്രതീകമായി ഈ നക്ഷത്രത്തെ കണക്കാക്കുന്നു. വിശാഖം നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. അടിസ്ഥാന വിവരങ്ങൾ. നക്ഷത്രനാഥൻ പ്ലാനറ്റ് വ്യാഴം, ജൂപ്പിറ്റർ. രാശി സോഡിയക് തുലാം രാശി. ആദ്യത്തെ മുക്കാൽ ഭാഗം 3 പാദങ്ങൾ. വൃശ്ചികം രാശി. അവസാനത്തെ കാൽഭാഗം 1 പാദം. ദേവത ഡീറ്റി ഇന്ദ്രാഗ്നികൾ ഇന്ദ്രനും അഗ്നിയും. ഗണം അസുരഗണം. യോനി സിംഹം. മൃഗം പുലി. വൃക്ഷം വയ്യങ്കതവ് മലങ്കാര. പക്ഷി ചകോരം. 2. സ്വഭാവ സവിശേഷതകൾ. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ദൃഢനിശ്ചയമുള്ളവരും ലക്ഷ്യപ്രാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരിക്കും. ലക്ഷ്യബോധം. എന്തെങ്കിലുമൊന്ന് നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കുന്നതുവരെ വിശ്രമിക്കാത്ത പ്രകൃതക്കാരാണിവർ. വാക്ചാതുര്യം. നല്ല രീതിയിൽ സംസാരിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ബുദ്ധിശക്തി. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ അറിവ് സമ്പാദിക്കാനും അത് പ്രായോഗികമായി ഉപയോഗിക്കാനും ഇവർ മിടുക്കരായിരിക്കും. സ്വതന്ത്ര സ്വഭാവം. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനോ നേതൃസ്ഥാനത്തിരിക്കാനോ ഇവർ ആഗ്രഹിക്കുന്നു. 3. കുടുംബജീവിതവും തൊഴിലും. കുടുംബം. കുടുംബത്തോടും മാതാപിതാക്കളോടും വളരെയധികം സ്നേഹവും ബഹുമാനവും പുലർത്തുന്നവരാണ്. എങ്കിലും ചിലപ്പോൾ സ്വന്തം നിലപാടുകൾ കാരണം ചെറിയ അഭിപ്രായവ്യത്യാസങ്ങളുണ്ടായേക്കാം. തൊഴിൽ. അധ്യാപനം, നിയമം, രാഷ്ട്രീയം, ബിസിനസ്, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. സാമ്പത്തികമായി ഇവർ പൊതുവെ ഉന്നതിയിലെത്താറുണ്ട്. 4. ദോഷപരിഹാരങ്ങൾ. വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴദശയിലാണ് ജനനം. വ്യാഴം അനുകൂലമല്ലെങ്കിൽ താഴെ പറയുന്നവ ഗുണകരമാകും. വ്യാഴാഴ്ച വ്രതം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ഉത്തമമാണ്. മന്ത്രം ഓം ഇന്ദ്രാഗ്നിഭ്യാം നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വൃക്ഷം. വീട്ടുമുറ്റത്തോ പരിസരത്തോ വയ്യങ്കതവ് നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് നക്ഷത്രദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 5. ഒരു പ്രത്യേകത. വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നം തോരണം അല്ലെങ്കിൽ കുശവന്റെ ചക്രമാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിരന്തരമായ ചലനത്തെയും നിർമ്മാണാത്മകമായ കഴിവിനെയുമാണ്. ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള അപാരമായ കരുത്ത് വിശാഖം നക്ഷത്രക്കാർക്കുണ്ട്. ജ്യോതിഷശാസ്ത്രമനുസരിച്ച് വിവാഹപൊരുത്തം, സാമ്പത്തികം, കണ്ടകശനി എന്നിവ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ടാകുമെന്ന് താഴെ വിശദീകരിക്കുന്നു. 1. വിവാഹപൊരുത്തം മാരിയേജ് കമ്പാറ്റബിലിറ്റി. വിശാഖം നക്ഷത്രക്കാർ പൊതുവെ ദൃഢനിശ്ചയമുള്ളവരായതിനാൽ സമാനമായ ചിന്താഗതിയുള്ളവരുമായുള്ള വിവാഹബന്ധമാണ് ഉത്തമം. അനുയോജ്യമായ നക്ഷത്രങ്ങൾ അനുജം, രോഹിണി, മൃഗശീർഷം, പുണർദം, ചിത്തിര, തുലാം രാശി, ചോതി. പ്രത്യേകം ശ്രദ്ധിക്കാൻ. വിശാഖം നക്ഷത്രത്തിന്റെ 4ാം പാദം വൃശ്ചികരാശിയിൽ വരുന്നതിനാൽ ചൊവ്വയുടെ സ്വാധീനമുണ്ട്. ഇത് ദാമ്പത്യത്തിൽ ചെറിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ പൊരുത്തം നോക്കുമ്പോൾ യോനി പൊരുത്തം, വിശാഖത്തിന്റെ യോനി പുലിയാണ്, ഗണപൊരുത്തം എന്നിവ കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. 2. സാമ്പത്തികം ഫൈനാൻസ്. സാമ്പത്തിക കാര്യങ്ങളിൽ വിശാഖം നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യവാന്മാരാണ്. സമ്പാദ്യശീലം. ഇവർ അധ്വാനശീലരായതുകൊണ്ട് പണം സമ്പാദിക്കാൻ മിടുക്കരായിരിക്കും. വ്യാഴം നക്ഷത്രനാഥനായതിനാൽ ആഡംബരത്തേക്കാൾ ഉപരിയായി അന്തസ്സുള്ള ജീവിതം നയിക്കാൻ ഇവർ പണം ചെലവഴിക്കും. വരുമാനമാർഗങ്ങൾ. ബിസിനസ്, അധ്യാപനം, കൺസൾട്ടൻസി തുടങ്ങിയ മേഖലകളിൽ നിന്ന് നല്ല വരുമാനം ഇവർക്ക് ലഭിക്കാറുണ്ട്. 30 വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതി കാണാറുണ്ട്. 3. കണ്ടകശനി. കണ്ടകശനി. ശനി ഓരോ രാശിയിലും സഞ്ചരിക്കുമ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക്, തുലാം, വൃശ്ചികം രാശിക്കാർക്ക് കണ്ടകശനി വരാം. തുലാം രാശി വിശാഖം 1, 2, 3 പാദങ്ങൾ. ശനി 1, 4, 7, 10 എന്നീ രാശികളിൽ നിൽക്കുമ്പോഴാണ് കണ്ടകശനി വരുന്നത്. ഇപ്പോൾ ശനി കുംഭം രാശിയിലായതുകൊണ്ട് തുലാം രാശിക്കാർക്ക് കണ്ടകശനി ദോഷമില്ല. വൃശ്ചിക രാശി വിശാഖം 4ാം പാദം. നിലവിൽ 2026 ജനുവരി പ്രകാരം ശനി കുംഭം രാശിയിൽ നിൽക്കുന്നതിനാൽ വൃശ്ചിക രാശിക്കാർക്ക് 4ാം ഭാവത്തിൽ ശനി വരുന്നതിനാൽ കണ്ടകശനി അനുഭവപ്പെടുന്നുണ്ട്. ഫലങ്ങൾ. കണ്ടകശനി സമയത്ത് ജോലിയിൽ തടസ്സങ്ങൾ, അനാവശ്യമായ യാത്രകൾ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ, ആരോഗ്യപ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ഈ ദോഷങ്ങൾ കുറയും. ദോഷപരിഹാരങ്ങൾ. 1. ശനിമഹാത്മ്യം വായന. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ആരാധിക്കുന്നത് കണ്ടകശനി ദോഷം കുറയ്ക്കാൻ സഹായിക്കും. 2. നീരാജനം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി സമർപ്പിക്കുക. 3. ദാനം.
പാവപ്പെട്ടവർക്കോ അവശത അനുഭവിക്കുന്നവർക്കോ ശനിയാഴ്ചകളിൽ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുക. നിങ്ങളുടെ കൃത്യമായ ജന്മസമയവും സ്ഥലവും നൽകുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനി ഉണ്ടോയെന്നും സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കുമെന്നും കൂടുതൽ വ്യക്തമായി പറയാൻ എനിക്ക് സാധിക്കും. ആൻഡ് ഡയറക്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്കുപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.